നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്ഥയാത്രാപർവം പോലെ തന്നെ അത്യാവശ്യം നീളമുള്ള ഒരു അധ്യായമാണ്. ഇതിൽ മാർക്കണ്ഡേയ മഹർഷിയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മാർക്കണ്ഡേയ മഹർഷി വന്നതിനെ കുറിച്ചിട്ടും ഭഗവാൻ കൃഷ്ണൻ പത്നിയായിട്ടുള്ള സത്യഭാമയോടൊപ്പം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മാർക്കണ്ഡേയൻ മഹർഷി അവിടെ എത്തിച്ചേർന്നതും. അപ്പോൾ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുകയാണ്. യുധിഷ്ഠിരനാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിരഞ്ജീവിയായിട്ടുള്ള ഒരു മഹർഷിയാണ്. അനേക യുഗങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് വരുന്ന ആളാണ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യുഗങ്ങളുടെ ചരിത്രം മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതെല്ലാം യുധിഷ്ഠിരൻ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷി അവിടെ വന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാണ്ഡവരോട് ഈ കഥകളെല്ലാം പറഞ്ഞ് കേൾപ്പിക്കണം എന്ന് അദ്ദേഹവും കൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം മാർക്കണ്ഡേയ മഹർഷി യുഗങ്ങളുടെ കഥയാണ് ഇവിടെ പറയുന്നത്. അംശാവതാരത്തിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. എന്നാലും ഓരോ യുഗത്തിൻ്റെ പ്രത്യേകതയും പ്രത്യേകിച്ചും കലിയുഗത്തിലെ പ്രത്യേകതയൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ 6000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷി എഴുതി വച്ചിരുന്നത് ശരിക്കും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഈ ജീവിതവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതൊരു യുധിഷ്ഠിരൻ ചോദിക്കുന്നതനുസരിച്ച് ഈ യുഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞ് ആരംഭിക്കുകയാണ്. അപ്പം അദ്ദേഹം ഓരോ യുഗത്തിൻ്റെയും ദൈർഘ്യത്തെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് ദൈവവർഷത്തിലാണ് പറയുന്നത്. ആദ്യത്തെ യുഗമായിട്ടുള്ള ത്രേതായുഗം അത് 4000 ദൈവവർഷങ്ങളാണ്. 4000 ദൈവവർഷത്തിൽ അതിൽ 400 വീതം സന്ധികളുമുണ്ട്. സന്ധി എന്ന് പറഞ്ഞാൽ അവിടെ പ്രകൃതിയിൽ ജീവനൊന്നുമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് തുടങ്ങുന്ന അവസ്ഥയിലും അവസാനിക്കുന്ന അവസ്ഥയിലും അത് 400 വീതം വർഷങ്ങൾ ദൈവവർഷങ്ങൾ ഉണ്ടാവുമെന്നാണ്. അങ്ങനെ 4800 ദൈവവർഷങ്ങൾ നീണ്ടതാണ് സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയുന്നത്. 4800 ദൈവവർഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യവർഷത്തിലേക്ക് അത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 17,28,000 വർഷങ്ങളാണ് മനുഷ്യ വർഷങ്ങളായിട്ട് മാറ്റിക്കുമ്പോൾ സത്യയുഗത്തിൻ്റെ അല്ലെങ്കിൽ കൃതയുഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ സമയത്ത് പൂർണ്ണമായിട്ടും ധർമ്മം നിലനിൽക്കുന്നുണ്ടായിരിക്കും. മുഴുവൻ ആൾക്കാരും മുഴുവൻ ജനങ്ങളും ധർമ്മം ആചരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം എന്ന് പറയുന്നത്. അത് അടുത്തത് ത്രേതായുഗമാണ്. ഇതിൽ 3000 ദേവവർഷങ്ങളാണ് പറയുന്നത്. അതിൽ 300 വീതം സന്ധികളും പറയുന്നുണ്ട്. അങ്ങനെ 3600 ദേവവർഷങ്ങൾ. ഒരു ദേവവർഷം എന്ന് പറയുന്നത് 360 മനുഷ്യ വർഷങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ത്രേതായുഗത്തിലെ മനുഷ്യവർഷങ്ങൾ എന്ന് പറയുന്നത് 12,90,000 വർഷമാണ്. അവിടെ ധർമ്മം നിലനിൽക്കുന്നത് 3/4 ആളുകളും ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും എന്നാണ്. മൂന്നാമത്തെ യുഗമായിട്ടുള്ള ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ അത് 2000 ദൈവവർഷമാണ്. അതിൽ 200 വീതം സന്ധികൾ വരുന്നുണ്ട്. അങ്ങനെ 400 സന്ധികളും കൂടെ വരുന്നുണ്ട്. സന്ധികൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ സമയത്ത് സൃഷ്ടികളൊന്നുമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അത് ആരംഭത്തിലും അതെ, അതിൻ്റെ അവസാനത്തിലും അതെ. 2400 ദേവവർഷങ്ങളാണ് ദ്വാപരയുഗത്തിലുള്ളത്. അത് മനുഷ്യവർഗത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ 8,64,000 വർഷങ്ങളായിരിക്കും. നാലാമത്തെ യുഗമായിട്ട് വരുന്നത് കലിയുഗമാണ്. കലിയുഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1000 ദേവവർഷങ്ങളാണ്. അത് അതിൽ 100 വീതം സന്ധികളും വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1200 ദൈവവർഷങ്ങളാണുള്ളത്. ദ്വാപരയുഗത്തിൽ പകുതി ആൾക്കാർ ധർമ്മം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ധർമാചരണം പകുതിയായിട്ട് കുറയും എന്നാണ്. ഇനിയും വരുന്നത് കലിയുഗമാണ്. കലിയുഗം എന്ന് പറയുന്നത് 1000 ദേവവർഷമാണ്. അതോടൊപ്പം തന്നെ 200 ദേവവർഷം സന്ധി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1200 ദേവവർഷങ്ങളാണ് കലിയുഗം. ഈ കലിയുഗം മനുഷ്യവർഷത്തിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ അത് 4,32,000
മനുഷ്യവർഷങ്ങളാണുള്ളത്. അപ്പോൾ ഇത്രയാണ് യുഗങ്ങളുടെ കാലാവധിയായിട്ട് മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 1000 ചതുർയുഗങ്ങൾ കൂടുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാലയളവ്, യുഗങ്ങളുടെ കാലയളവിനെ കുറിച്ചിട്ട് യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കലിയുഗത്തിലെ ജനങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുകയാണ്. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറുമൊക്കെ ഇപ്പം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് കാൽഭാഗം ആൾക്കാർ മാത്രമായിരിക്കും ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മനുഷ്യരൊക്കെ പൂർണ്ണമായിട്ടും കള്ളം പറയുന്നവർ മാത്രമായിട്ട് മാറും. യജ്ഞം പേരിന് മാത്രം നടത്തുന്നതായിരിക്കും യജ്ഞം. ദാനം പേര് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ദാനം നടത്തുന്നവരായിരിക്കും അന്നുണ്ടാവുക. വ്രതവും അതുപോലെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ബ്രാഹ്മണരൊക്കെ ശൂദ്രന്മാരുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ശൂദ്രന്മാരൊക്കെ അനേകം സമ്പത്ത് ശേഖരിക്കും. അവർ ക്ഷത്രിയർക്ക് പകരം ഭരണകർത്താക്കളായിട്ട് മാറും. യജ്ഞവും വേദാധ്യയനവും ഇല്ലാതെ ബ്രാഹ്മണരെല്ലാവരും എല്ലാം കഴിക്കുന്നവരായിട്ട് മാറും. കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും യുധിഷ്ഠിര. മാർക്കണ്ഡേയ മഹർഷി തുടരുകയാണ്. ബ്രാഹ്മണർക്ക് ജപം ഇല്ലാതെയാവും. ശൂദ്രന്മാർ വേദം പഠിച്ചിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കും. മ്ലേച്ഛ രാജാക്കന്മാർ പലരും പല രാജ്യങ്ങളും ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവർ യാതൊരു വിധത്തിലുള്ള നീതിധർമ്മങ്ങൾ നടപ്പിലാക്കുന്നവരായിരിക്കേയില്ല. സ്വന്തം ധർമ്മം നോക്കി ജീവിക്കുന്ന വിപ്രന്മാരെ അന്ന് കാണാനേ കിട്ടില്ല. ക്ഷത്രിയന്മാരും വൈശ്യന്മാരുമൊക്കെ അവരുടെ കർമ്മങ്ങൾ മാറി ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കും. എല്ലാവരും അല്പായുസന്മാരും അല്പബലവന്മാരും അല്പം മാത്രം ധൈര്യമുള്ളവരുമായിരിക്കും. അന്ന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മൃഗസങ്കേതങ്ങളായിട്ട് മാറും. കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ മനുഷ്യരെല്ലാവരും മൃഗതുല്യരായിട്ട് മാറും. അവർക്ക് ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. എല്ലാ കാഴ്ചയും കാണാൻ പറ്റാതാകും. എല്ലാ മണങ്ങളും അവർക്ക് കിട്ടാതെയാവും. എല്ലാ രുചികളും അവർക്ക് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സ്ത്രീകളൊക്കെ പാതിവൃത്യം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. വീടുകളിലെ ചോറ് വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ബ്രാഹ്മണർ വേദം വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. സ്ത്രീകൾ അവരുടെ യോനി വിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതൊക്കെ യുഗാന്ത്യത്തിൽ യുധിഷ്ഠിര സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പശുക്കൾക്ക് പാൽ കുറയും. വൃക്ഷങ്ങൾക്ക് പൂവും കായ്കളുമൊക്കെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. കാക്കകൾ അനേകമായിട്ട് വർദ്ധിക്കും. ബ്രഹ്മഹത്യകൾ തുടർച്ചയായിട്ട് നടക്കും. രാജാക്കന്മാർ മണ്ടത്തരം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ബ്രാഹ്മണർ അവരുടെ കർമ്മത്തിന് പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. കരമടയ്ക്കാൻ ഗത്യന്തരമില്ലാതെ ഗൃഹസ്ഥർ മോഷണം ആരംഭിക്കും. മുനിവേഷധാരികളായിട്ടുള്ളവർ വാണിജ്യം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ആശ്രമത്തിൽ താമസിക്കുന്ന ബ്രഹ്മചാരികൾ മദ്യപിക്കും. അവർ ഗുരുപത്നിയെ കാമത്തോടു കൂടിയിട്ട് കാണുകയും അവരെ പ്രാപിക്കുകയും ചെയ്യും. യുക്തിവാദികളും നാസ്തികരും പരമോന്നത പദവിയിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. അവർ ആശ്രമവാസികളായിട്ട് മാറും. യഥാകാലങ്ങളിൽ മഴ പെയ്യാതാകും. വിത്തുകൾ ശരിയായിട്ടുള്ള രീതിയിൽ മുളയ്ക്കാതെയാവും. ആളുകൾ ഹിംസയിൽ രസിക്കുന്നതിനാൽ ലോകം മുഴുവനും അശുദ്ധമായിട്ട് തീരും. അപൂർവമായിട്ട് ധർമ്മം ചെയ്യുന്നവർക്ക് അല്പായുസായിരിക്കും ഉണ്ടായിരിക്കുന്നത്. വാണിജ്യത്തിലെല്ലാം കള്ളത്തരങ്ങൾ നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അധിക ലാഭത്തിന് വേണ്ടിയിട്ട് ആളുകൾ കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കും. അല്പം സമ്പത്തുള്ളവർ പോലും വളരെ ആഢ്യന്മാരായിട്ട് അവർ അഹങ്കാരത്തോടു കൂടിയിട്ട് വാഴാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആരെയെങ്കിലും വിശ്വാസത്തോടു കൂടിയിട്ട് ധനം ഏൽപ്പിച്ചാൽ അതെല്ലാം അവരെ വഞ്ചിച്ച് കൈക്കലാക്കും. നഗരവീഥികളിലൊക്കെ മൃഗങ്ങൾ വെറുതെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 7ഉം 8ഉം വയസ്സിലൊക്കെ പെൺകുട്ടികൾ ഗർഭിണികളാകും. 10ഉം 12ഉം വയസ്സായിട്ടുള്ള ആൺകുട്ടികൾ അച്ഛന്മാരാകും. 16 വയസ്സാകുമ്പോൾ നര ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അല്പായുസായിട്ടുള്ള യുവാവ് വൃദ്ധനെ പോലെ ആയിത്തീരും. യുവാക്കളുടെ ശീലവും കാമവും വൃദ്ധരിൽ കാണപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ വഞ്ചിച്ച് സ്ത്രീകൾ പരപുരുഷന്മാരെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അധർമ്മം ഇത്രയും പെരുകിക്കഴിയുമ്പോൾ അവിടെ മഴ പെയ്യാതെയാകും. അതോടുകൂടിയിട്ട് ജീവികളെല്ലാം അല്പായുസാകാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ സൂര്യൻ അതിൻ്റെ 7 രശ്മികൾ കൊണ്ട് അതിതീക്ഷ്ണമായിട്ട് ജ്വലിച്ചിട്ട് എല്ലാ വൃക്ഷലതാദികളെയും അത് കത്തിക്കും. പിന്നെ കാറ്റുമായി ചേർന്നിട്ട് സൂര്യൻ ലോകം മുഴുവനും അഗ്നി പടർത്തും. ആ അഗ്നി പിന്നെ ഭൂമി പിളർന്ന പാതാളത്തിലെത്തി അവിടെയുള്ള ദാനവന്മാർക്കും ദേവന്മാർക്കും ഭയമുണ്ടാക്കും. നാഗലോകത്തെയും ഈ മനുഷ്യലോകത്തെയും ചുട്ടരിച്ച് 10,000 യോജന ഈ അഗ്നി പടർന്നു പിടിക്കും. അതിഭയങ്കരമായിട്ടുള്ള നിറത്തിലുള്ള പെരുങ്കാറുകൾ, മഴക്കാറുകൾ ആകാശത്തിൽ നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് പല വിചിത്ര രൂപികളുടെയും രൂപത്തിലും പല നിറത്തിലും
കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. മഞ്ഞ നിറത്തിലും കറുപ്പ് നിറത്തിലും വെള്ള നിറത്തിലുമൊക്കെ ഈ മഴക്കാറുകൾ അതിഭീകരമായിട്ടുള്ള രീതിയിൽ ആകാശത്ത് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ ആ പെരുങ്കാറുകളൊക്കെ പെരും മഴക്കാറുകളൊക്കെ ഭൂമിയിലേക്ക് അതിശക്തമായിട്ടുള്ള മഴയായിട്ട് വർഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഭൂമി മുഴുവനും ജലത്താൽ മൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ജലം വന്ന് ഭൂമിയെ എരിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ കെടുത്തിക്കളയും. വീണ്ടും 12 വർഷം തുടർച്ചയായിട്ട് ആകാശത്തിൽ നിന്നും മഴ പെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് കടൽ കരയെ കടന്നാക്രമിക്കും. പർവ്വതങ്ങളൊക്കെ തകരും. കരകളെല്ലാം കടലിൻ്റെ അടിയിലായിട്ട് മാറും. ആ ഘോരമായിട്ടുള്ള പ്രളയത്തിൽ ദേവാസുരന്മാരും യക്ഷഗന്ധർവന്മാരും എല്ലാവരും നശിപ്പിക്കപ്പെടും. ആ പ്രളയത്തെ മുഴുവനും വിഴുങ്ങി സ്വയംഭൂവായിട്ടുള്ള ദേവൻ മാത്രമായിരിക്കും അന്ന് നിലനിൽക്കുന്നത്. യുധിഷ്ഠിര, അന്ന് ലോകം മുഴുവനും സൃഷ്ടികളെല്ലാം ഇല്ലാതെ ജലം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ ലോകം മുഴുവനും ചുറ്റി. മാർക്കണ്ഡേയ മഹർഷി തൻ്റെ അനുഭവങ്ങൾ തുടരുകയാണ്. ആ ഘോരമായിട്ടുള്ള ജലാശയത്തിൽ ഞാൻ അനേകം നാളുകൾ നീന്തി. എത്ര നാൾ നീന്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നീന്തി ഞാൻ തളർന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ ആ വെള്ളത്തിൽ വിടർന്ന് കിടക്കുന്ന വലിയൊരു പേരാല് കണ്ടു. ആ പേരാലിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ശിഖരത്തിൽ ദിവ്യമായിട്ടുള്ള വിരികളൊക്കെ വിരിച്ച ഒരു മെത്തയിൽ അതിതേജസ്വിയായിട്ടുള്ള അതിസുന്ദരനായിട്ടുള്ള ഒരു ബാലനെ ഞാൻ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള ആശ്ചര്യം തോന്നി. ഈ ലോകം മുഴുവൻ നശിച്ചിട്ടും ഈ കുമാരൻ എന്താണ് നശിക്കാതിരുന്നത്? ഇവൻ എങ്ങനെയാണ് നിലനിന്നത്? ഈ കുട്ടി എങ്ങനെയാണ് ജീവനോടെ ബാക്കിയത്? എൻ്റെ തപസ്സുകൊണ്ട് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് അതിന് ഒരു ഉത്തരം കിട്ടിയില്ല. മാർക്കണ്ഡേയ മുനി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തുടരുകയാണ്. കായാമ്പൂവിൻ്റെ നിറവുള്ളവനും ശ്രീവത്സം ധരിച്ചവനും ലക്ഷ്മിയോടൊപ്പം വസിക്കുന്നവനുമായിട്ടുള്ളവനാണ് ഈ ബാലനെന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു തോന്നൽ ഉണ്ടായി. താമരക്കണ്ണനായിട്ടുള്ള ആ ബാലൻ എന്നോട് മധുരമായിട്ട് ഇങ്ങനെ പറഞ്ഞു: മാർക്കണ്ഡേയ, ഞാൻ എല്ലാം അറിയുന്നു. നീ നീന്തി തളർന്നിരിക്കുകയാണ്. നിനക്ക് ഞാൻ വിശ്രമസ്ഥാനം തരാം. നീ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചോളൂ. എൻ്റെ വായിലൂടെ നീ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിനക്ക് എത്ര നാൾ വേണമെങ്കിലും സുഖമായിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നീ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാലും ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുകയാണ്. ആ ബാലൻ ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അവൻ്റെ വായ തുറന്നു. ദൈവഹിതത്താൽ ഞാൻ അവൻ്റെ വായിലൂടെ അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പ്രളയത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ ഈ ലോകമുണ്ടായിരുന്നത്, അതേപോലെ രീതിയിൽ തന്നെ അവൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂമിയും പുണ്യനദികളായിട്ടുള്ള യമുന, ഗംഗ, സരസ്വതി ഇവയൊക്കെ ഞാൻ അവിടെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഹിമവൽ ശൃംഗങ്ങളെയും ഞാൻ അവൻ്റെ ഉള്ളിൽ ദർശിക്കുവാൻ തുടങ്ങി. അവിടെ എല്ലാ രീതിയിലുമുള്ള കടൽ ജീവികൾ ജീവിക്കുന്ന വലിയ കടലുകൾ ഞാൻ കണ്ടു. അതിനോടൊപ്പം തന്നെ സൂര്യചന്ദ്രന്മാർ വിളങ്ങുന്ന ആകാശവും ഞാൻ അവിടെ കണ്ടു. അവിടെയുള്ള യജ്ഞശാലകൾ അനേകം നിറഞ്ഞിരിക്കുന്നതും ഞാൻ കണ്ടു. അവിടെയൊക്കെ ബ്രാഹ്മണർ യജ്ഞാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും യുധിഷ്ഠിര ഞാൻ കണ്ടു. ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും ഒക്കെ താങ്കളുടെ കർമ്മങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവരവിടെ ജീവിക്കുന്നതും ഞാൻ കണ്ടു. ആ മഹാത്മാവിൻ്റെ വയറ്റിൽ ഹിമാലയത്തിനെ അതിൻ്റെ എല്ലാ പ്രൗഢഗംഭീരമായിട്ടുള്ള പർവ്വതങ്ങളോടുമൊപ്പം ഞാൻ കണ്ടു. ഗന്ധമാന പർവ്വതവും മന്ദരപർവ്വതവും മേരുപർവ്വതവും ബിന്ദിപർവ്വതവും ഒക്കെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ ഭൂലോകത്ത് എന്തൊക്കെ ജന്തുക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ ജന്തുക്കളെല്ലാം അതേ രൂപത്തിൽ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നെ ഓരോ ദിക്കുകളായിട്ട് ഞാൻ ചുറ്റാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളെയും ഞാൻ കണ്ടു. സപ്തർഷികളെയും രുദ്രന്മാരെയും വസുക്കളെയും ഞാൻ കണ്ടു. യക്ഷന്മാരെയും ഗന്ധർവന്മാരെയും അപ്സരസുകളെയും എല്ലാവരെയും ഞാൻ കണ്ടു. അസുരന്മാരെയും രാക്ഷസന്മാരെയും നാഗങ്ങളെയും. അങ്ങനെ ലോകം നശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സൃഷ്ടികളായിരുന്നോ ഉണ്ടായിരുന്നത് ആ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന മുഴുവൻ സൃഷ്ടികളെയും ഞാനവിടെ വേറെ വേറെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ യുധിഷ്ഠിര, അവൻ്റെ ദേഹത്തിനുള്ളിൽ അനേകം നൂറ്റാണ്ട് വർഷങ്ങൾ ഞാനവിടെ വിശ്രമിച്ചു. ആ ദേഹത്തിൻ്റെ അറ്റം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്കതിൻ്റെ തുടക്കവും ഒടുക്കവും ഒരിക്കലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അത് അനന്തമായിട്ട് തന്നെ കാണപ്പെട്ടിരുന്നു. അങ്ങനെ അവനെ തന്നെ ഞാൻ ശരണം പ്രാപിച്ചു. എല്ലാത്തിനും നാഥനായിട്ടുള്ള ആ ദേവനെ ഞാൻ മനസ്സുകൊണ്ട് ശരണം പ്രാപിച്ചു. ആ സമയത്ത് അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് അവൻ വായുവേഗത്തിൽ അവൻ എന്നെ ശരീരത്തിൻ്റെ പുറത്തേക്ക് കിടത്തി. പുറത്ത് കിടന്ന് ഞാൻ വീണ്ടും ആൽമരക്കൊമ്പിൽ
ആ പ്രപഞ്ചത്തെ മുഴുവനും ഉള്ളിലാക്കി ഇരിക്കുന്ന ആ ബാലനെ ഞാൻ വീണ്ടും കണ്ടു. ശ്രീവത്സം വധിച്ചിരുന്ന ശ്രീവത്സത്തിൻ്റെ ചിഹ്നമുള്ള ബാലശരീരത്തിലായിരുന്നു ആ ദേവൻ അന്ന് ഉണ്ടായിരുന്നത്. നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും തേജസ്സോടു കൂടിയിട്ടാണ് യുധിഷ്ഠിര ഞാനന്ന് അവനെ അവിടെ കണ്ടത്. മാർക്കണ്ഡേയൻ തൻ്റെ അനുഭവങ്ങൾ തുടരുകയാണ്. ആ കുട്ടി എന്നെ നോക്കി മനോഹരമായിട്ട് ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മാർക്കണ്ഡേയ, നിൻ്റെ ക്ഷീണമൊക്കെ തീർന്നില്ലേ? നിനക്ക് ആവശ്യത്തിനുള്ള വിശ്രമം എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലേ? നിനക്ക് സന്തോഷമായില്ലേ? പറയൂ. ആ ബാലൻ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ദിവ്യദർശനമുണ്ടായി. ആ ദിവ്യദർശനത്തിൽ ശ്രീവത്സാംഗനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ പൂർണ്ണരൂപം ഞാൻ ദർശിച്ചു. ആ പാദങ്ങളിൽ കൊണ്ടുവന്ന് എൻ്റെ ശിരസ്സ് മുട്ടിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ വണങ്ങി. അതിനുശേഷം ബാലരൂപത്തിലുള്ള ഭഗവാനോട് ഞാൻ ചോദിച്ചു, ഭഗവാനെ, ഈ മായയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ അങ്ങയെ ഈ ഒരു ആലിൻ്റെ പുറത്തിരിക്കുന്ന ബാലനായിട്ട് കണ്ടു. അങ്ങയുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഈ മുഴുവൻ സൃഷ്ടിയെയും ഞാൻ അവിടെ കണ്ടു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അതിൻ്റെ രഹസ്യം എന്താണ്? അങ്ങയെ ഞാൻ പുറത്തും കാണുന്നു, സൃഷ്ടിയെ മുഴുവൻ അകത്തും കാണുന്നു. ഈ മായ മനയ്ക്ക് എന്നെ യാഥാർത്ഥ്യം കാണിച്ചു തരണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണെന്ന് മാർക്കണ്ഡേയ മുനി ആ ബാലരൂപത്തിലുള്ള ഭഗവാനോട് അഭ്യർത്ഥിച്ചു. മാർക്കണ്ഡേയൻ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങ് എങ്ങനെയാണ് ഈ ജഗത്തിനെ മുഴുവനും ഉള്ളിലാക്കിയിരിക്കുന്നത്? എത്ര കാലം ഭഗവാന് ഇപ്രകാരം വസിക്കും? ഈ കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഞാൻ അത്യധികം ആകാംക്ഷയോട് കൂടിയിട്ടിരിക്കുകയാണ്. ഭഗവാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് എന്നെ ഈ മായയിൽ നിന്ന് മുക്തനാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാർക്കണ്ഡേയൻ ബാലരൂപത്തിലുള്ള നാരായണനോട് അഭ്യർത്ഥിച്ചു. മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് കഥ തുടരുകയാണ്. ഇപ്രകാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലരൂപത്തിലുള്ള ഭഗവാൻ എന്നോടെ സ്വാന്തനിപ്പിച്ച് ഇപ്രകാരം പറഞ്ഞു, ബ്രാഹ്മണ, എന്നെ ശരിയായിട്ടുള്ള രീതിയിൽ ദേവന്മാർ പോലും മനസ്സിലാക്കിയിട്ടില്ല. നിന്നിൽ എനിക്ക് പ്രീതിയുള്ളതുകൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച കഥ ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ഹേ ബ്രാഹ്മണ, നീ ധർമ്മചാരിയും പിതൃഭക്തനും എന്നെ ശരണം പ്രാപിച്ചവനുമാണ്. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. പണ്ട് ഞാൻ ഈ സമുദ്രങ്ങൾക്കെല്ലാം നാരങ്ങൾ എന്ന് പേര് കൊടുത്തു. ആ നാരങ്ങളിൽ അയനം ചെയ്യുന്നവൻ, നാരങ്ങളിൽ കിടക്കുന്നവൻ എന്നുള്ള പേരിലാണ് എനിക്ക് നാരായണൻ എന്നുള്ള പേര് ഉണ്ടായത്. സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ വിഷ്ണുവാണ്. ഞാൻ തന്നെയാണ് ഇന്ദ്രൻ. ഞാൻ തന്നെയാണ് ബ്രഹ്മാവും. ഞാൻ തന്നെയാണ് വൈശ്രവണൻ. ഞാൻ തന്നെയാണ് യമൻ. ഞാൻ തന്നെയാണ് ശിവനായത്. ഞാൻ തന്നെയാണ് പ്രജാപതിയായത്. ഞാൻ തന്നെയാണ് ധാതാവും വിധാതാവുമായത്. ഞാൻ തന്നെയാണ് യജ്ഞനും യജ്ഞകാര്യനും ഞാൻ തന്നെയാണ്. ഭഗവാൻ മാർക്കണ്ഡേയനോട് തുടരുകയാണ്, എനിക്ക് അഗ്നി മുഖവും ഭൂമി പാദവും ചന്ദ്രനും സൂര്യനും 2 കണ്ണുകളുമാണ്. എൻ്റെ ആകാശമാണ് എൻ്റെ മൂർധാവ്. ചുറ്റുമുള്ള ദിക്കുകൾ എൻ്റെ ചെവികളാണ്. ഈ കാണുന്ന ജലമെല്ലാം എൻ്റെ വിയർപ്പിൽ നിന്നും ഉണ്ടായതാണ്. ഈ ദിക്കുകളെല്ലാം ചേർന്ന ആകാശം എൻ്റെ ശരീരമാണ്. എൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നതും വായു തന്നെയാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വേദജ്ഞാനികളും യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ സ്വർഗം ഇച്ഛിച്ചിട്ട് മനുഷ്യർ എന്നെയാണ് പൂജിക്കുന്നത്. 4 പാടും ജലത്താൽ ചുറ്റപ്പെട്ട ഭൂമിയെ ആദിശേഷനായിട്ട് വന്നിട്ട് ഞാൻ തന്നെയാണ് നേരെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഞാൻ പാതാളത്തിലേക്ക് താഴ്ന്നു വീഴുന്ന ഈ ഭൂമിയെ വരാഹരൂപത്തിൽ ഉയർത്തി പഴയ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് അഗ്നിയായിട്ട് വന്നിട്ട് ഈ ജലമെല്ലാം കുടിച്ചു വറ്റിക്കുന്നത്. ഞാൻ തന്നെയാണ് മഴയായിട്ട് വീണ്ടും ഈ ജലത്തെയെല്ലാം നിറച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖം ബ്രഹ്മവും, കൈകൾ ക്ഷത്രവും, തുടകൾ വൈശ്യവും, പാദങ്ങൾ ശൂദ്രവുമാണ്. വേദങ്ങളായിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, വേദങ്ങളായിട്ടുള്ള ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവ എന്നിൽ തന്നെ തുടങ്ങുകയും എന്നിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. അഹങ്കാരം വിട്ടവരും ആധ്യാത്മികരും വേദം പഠിപ്പിച്ചവരും അഹിംസാവാദികളുമായിട്ടുള്ള ബ്രാഹ്മണരെല്ലാവരും എന്നെയാണ് ആരാധിക്കുന്നത്. ഞാൻ തന്നെയാണ് പ്രളയാഗ്നി. ഞാൻ തന്നെയാണ് പ്രളയത്തിനെ ഇല്ലാതാക്കുന്ന. ഞാനാണ് പ്രളയാഗ്നി. ഞാൻ തന്നെയാണ് പ്രളയത്തിന് ശക്തി തരുന്ന കാറ്റ്. ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് കാണുന്നതൊക്കെ എൻ്റെ രോമകൂപങ്ങളാണ്. 4 പാടും ചുറ്റിക്കിടക്കുന്ന ഈ സമുദ്രം എൻ്റെ മുഖവും എൻ്റെ കിടപ്പ് സ്ഥലവും അതോടൊപ്പം തന്നെ ഞാൻ ലയിക്കുന്ന സ്ഥലവുമാണ്. ദേവകാര്യങ്ങൾ നടത്താൻ ഞാൻ പല രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
കാമം, ക്രോധം, ഭയം, ഹർഷം, ലോഭം എന്നിവയെല്ലാം എൻ്റെ രോമങ്ങളാണെന്ന് നീ തിരിച്ചറിയൂ. വിപ്രന്മാർ അവരുടെ ശുഭകരമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് നേടുന്നതും സത്യം, ദാനം, തപസ്, അഹിംസ എന്നിവയെല്ലാം എൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതാണെന്ന് നീ തിരിച്ചറിയുക. ആരും സ്വന്തം കഴിവുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ബാലരൂപത്തിലുള്ള ഭഗവാൻ നാരായണൻ തൻ്റെ വൈഭവം തൻ്റെ മുന്നിലുണ്ട മാർക്കണ്ഡേയ മുനിയോട് വിവരിച്ചു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ മഹാഭാരതത്തിലെ കഥകൾ പോലെ അത്ര ലഘുവായിട്ട് കേൾക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പറയാനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കുറച്ച് വീഡിയോകൾ ഈ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് ആധ്യാത്മികമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കും ഒക്കെ അതോടൊപ്പം തന്നെ കേൾക്കുന്നതിലുള്ള പുണ്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നവർക്കും ആണ് ഈ കഥകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കേൾക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആധ്യാത്മികമായിട്ട് കൂടുതൽ താല്പര്യമുള്ളവരിലേക്ക് വീഡിയോകൾ ഷെയർ ചെയ്യുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.